നമുക്ക് വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് ആറന്മുളയിൽ നിന്ന്. അവിടെ അറിയാം, ആറന്മുള എന്ന് പറഞ്ഞാൽ പമ്പയാറ് എപ്പോൾ വേണമെങ്കിലും ജലനിരപ്പ് ഇനിയും ഉയർന്നേക്കാം എന്ന ആശങ്ക നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകളും ജനങ്ങളും ഒപ്പം തന്നെ NDRF, ഫയർഫോഴ്സ്, ഇതിൻ്റെ എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ സംഘമാണ് രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നത്. ബോട്ടുകളിലൊക്കെ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അത്യാവശ്യം സാധനങ്ങളും ഒക്കെ ആയിട്ട് ആളുകളെ പരമാവധി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ എവിടെയാണ്? നിലവിൽ ഒരു മണിക്കൂർ മുമ്പ് അമൽ ഈ വിവരങ്ങൾ പങ്കുവെക്കുമ്പോഴിൽ നിന്നും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടോ? മഴയുണ്ടോ അവിടെ? ഇതിശ മഴ അങ്ങനെ കാര്യമായിട്ടില്ല, പക്ഷെ പ്രശ്നം രൂക്ഷമാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വലിയ പ്രയാസത്തിലാണ്. കാരണം പല വീടുകളിലൊക്കെ കുടുങ്ങി കിടന്ന് ആളുകൾ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ മെമ്പറല്ലേ, ഇനി എത്ര പേരുണ്ടെന്ന്? ഇവിടെ ഇനിയും ഒരു 10 കുടുംബങ്ങളോളം ഉണ്ട്. ആ 10 കുടുംബങ്ങളെ മാറ്റണം. കാര്യം ഇവരെ മാറ്റാനാണ് നമുക്ക് ആദ്യത്തെ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറുവാണെങ്കിൽ ഇവർക്ക് പുറകെ കൂടെ അപ്പുറത്തെ റോഡിലോട്ട് കയറാനുള്ള മാർഗമുണ്ട്. പക്ഷെ അതേസമയം ഈ കരുതൽ ഇത്രയും വീട്ടുകാരെ ആണ് അടിയന്തരമായിട്ട് മാറ്റേണ്ടത്. ഇവിടെ ഇങ്ങോട്ടൊന്നും കയറില്ലായിരിക്കും. ഇവിടെ കയറിയാൽ ഇവർക്ക് ബാക്കിൽ കൂടെ മെയിൻ റോഡിൽ അപ്പുറത്ത് ഇറങ്ങാനുള്ള സംവിധാനമുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇപ്പൊ അവർക്ക് റിസ്ക് ഇല്ല. പക്ഷെ ഇവർ ഇത്രയും പേരെയാണ് നമ്മൾ അടിയന്തരമായിട്ട് മാറ്റേണ്ടത്. അതുപോലെ സുദർശന സ്കൂളിന്റെ അവിടെ ഒരു 3 ഫാമിലി ഉണ്ട്, അവരെ നമ്മൾ മാറ്റണം. ഇപ്പോ റാന്നിന്നൊക്കെ വെള്ളം ഇങ്ങനെ പതിയെ ഇറങ്ങി തുടങ്ങി. ആ വന്ന വെള്ളം ഇവിടെ കയറുമല്ലേ? തീർച്ചയായിട്ടും ഇവിടെ കയറുവാണ്. ഇതാണ് ദ്വീപ് പോലെ കിടക്കുന്നത് കൊണ്ട് ഇവർക്കാണ് പോകാൻ ഒരു മാർഗമില്ലാത്തത്. ഇവരെ നമ്മൾ ഇക്കരെ കയറ്റണം. ഇക്കരെ കയറ്റുക എന്നുള്ളത് അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എത്ര വീടും കൂടെ? ഇനി ഒരു 10 വീട് കൂടെ ഉണ്ട്. അവിടെ ഒരു വീട്ടില് നമ്മൾ ഈ ആളുകളോട് സംസാരിക്കുമ്പോഴേ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു. ആളുകൾ വരാൻ തയ്യാറാവുന്നില്ല പല വീടുകളിൽ. തീർച്ചയായിട്ടും അവർ പറയുന്നത് 2ാം നിലയിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന. പക്ഷേ നമ്മൾ 2018 കണ്ടല്ലേ? 2018 അനുഭവം ഉള്ളവരാണ്. നമുക്ക് കുടിവെള്ളം എത്തിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നലെ ഈ കൊച്ചു ബോട്ടിലാണ് ഇന്നലെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുത്തത്. ഇവിടെ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ മുൻനിരയിൽ ആളുകളുണ്ട്. അവിടെ ആരോ വിളിക്കുന്നു. അവിടെ നിന്ന് അക്കരെ കരയിൽ നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്. അവിടെ ഒരു കിടപ്പ് രോഗിയുണ്ട്, അവരെ അടിയന്തരമായിട്ട് ഇപ്പുറത്ത് എത്തിക്കണം. ഉണ്ട് അവിടെ ചെല്ലാം. കിടപ്പ് രോഗിയായിട്ട് ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി അടിയന്തരമായിട്ട് അവിടെ നിന്ന് മാറ്റണം. അശ്വതി മെമ്പർ എന്തായാലും ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട്. മറ്റൊരു മെമ്പർ കൂടി നമ്മൾക്ക് ഒപ്പം ഉണ്ട്. ഈ സ്ഥലം എന്ന് വെച്ചാൽ അങ്ങേയറ്റം പ്രതിസന്ധിയാണ്. ഇതുപോലെ എങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുമെന്നറിയില്ല. ഈ വെള്ളം ഒരു സ്ഥലത്തു നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി, അല്ലെങ്കിൽ മലയിടിച്ചിലിൻ്റെ പ്രശ്നമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ താഴേക്കുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇനിയിപ്പോൾ ചേട്ടാ, നമുക്കിവിടെ എത്ര പേരും കൂടി ഉണ്ടാവും? ഈ പറയുന്ന വീടുകളിൽ എല്ലാ ആളുണ്ടോ? ഈ ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ 100-300 ചില്ലുവാനം ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. 100-300 ആൾക്കാരോളം തിങ്ങി പറക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇതൊരു ദ്വീപ് പോലാണ്. ഇത് കുറച്ച് സ്ഥലത്ത് റോഡില്ലാത്ത അവസ്ഥ, ഒരു ദ്വീപ് എങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതേ അവസ്ഥയിലാണ് ഈ സ്ഥലം. കാരണം അപ്പം നമുക്കൊരു ഭക്ഷണ സാധനം പോലും കൊണ്ടുവരണമെങ്കിൽ ബോട്ട് സർവീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ വള്ളത്തിലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ശരി, 3 ദിവസം കയറില്ല. ഞാൻ പറഞ്ഞുതരാം. 10 കാര്യം ഇവിടെ കറണ്ട് കിട്ടത്തില്ല. നിങ്ങൾ പറഞ്ഞുതരാം. നാളെ ഒരാൾക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും? ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ല, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? അന്നേരം ആരെ കുറ്റം പറയും? അന്നേരം ആരെ കുറ്റം പറയും? അതാണ് കാര്യം പറയുന്നത്. ചിലപ്പോ നിങ്ങളടുത്ത് ബാക്കിയുള്ളവർ അയ്യോ എന്നെ വീട്ടിൽ നിർത്തി എന്ന് പറയും. ഇത് സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഏറ്റവും വലിയ മന്ദോത്തരമാണ്. കൊല്ലത്ത് നിന്ന് വരാ? അല്ല, തിരുവനന്തപുരം. ട്രിവാൻഡ്രം കഴക്കൂട്ടം.
വിളിച്ചിട്ട് വന്ന തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആളുകളൊക്കെ എത്തി രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കാണുന്നത്. രക്ഷിക്കാൻ വേണ്ടി ഇവിടുന്ന് ജീവൻ പണയം വെച്ച് നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ നേരത്തെ വെള്ളത്തിലിറങ്ങിയപ്പോൾ എനിക്ക് എന്തോ പേടിയായി. ആ വലിയ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുക, എന്നിട്ട് ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചാടി ഇറങ്ങുന്നത്. അപ്പോൾ അവരൊക്കെ അങ്ങനെ ജീവൻ പണയം വെച്ച് നിൽക്കുകയാണ്. പക്ഷെ പല വീടുകളിൽ എത്തുമ്പോഴും ആളുകൾ വരാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ അവർ കൈ കാണിച്ച് വിളിച്ചു, അവിടേക്ക് എത്താൻ പറഞ്ഞു. മെമ്പർ അശ്വതി അടക്കമുള്ള ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും ആളുകൾ വരാൻ തയ്യാറാണ് എന്ന് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ വെള്ളം കയറിയാൽ ഇനിയും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയാവും. ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ നന്നായി വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ്. ആ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ആ വീട്ടിൽ നിന്നുള്ള ആളുകളെ അവരെ പുറത്തേക്ക് മാറ്റാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അവരെല്ലാം കൊണ്ടുപോകല്ലയോ? ഇത് പിന്നെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളെ ഇപ്പൊ കളക്ടർ ചുമതലപ്പെടുത്തിക്കൊണ്ട് വന്ന ആയിക്കോട്ടെ. നമ്മൾ കൊണ്ടുപോകാൻ തയ്യാറാണെന്നേ. ഞങ്ങൾ ഇറങ്ങി നിൽക്കാൻ പോവല്ലേ? അവർ കേട്ടെ, നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് നിങ്ങളെ മൊത്തമായിട്ട് നമുക്ക് അവിടെ ഇതോ പിന്നെ ആണെങ്കിൽ റെസ്ക്യൂ ആയിട്ട് പ്രത്യേക സ്ഥലങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആറന്മുളയിൽ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇത് വാഴപ്പടിക്ക് പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്യും? വെള്ളം എന്താണ് ഇപ്പോ അവര് വരാൻ തയ്യാറാകുന്നില്ലേ? നമുക്ക് പറ്റുന്നത്രയും ചെയ്തു കൊടുക്കും. പറ്റുന്നത്രയും ദിവസം നമ്മൾ കൊടുത്തോണ്ടിരിക്കും. അല്ലെന്നേ, ഇവിടുന്ന് നമുക്ക് എത്ര ദിവസം ഈ ഭക്ഷണവും വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റും? ഇങ്ങനെ വള്ളത്തിൽ വന്ന് ഇവര് വരാതിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ ഈ വള്ളത്തിന്റെ സഹായത്തോടു കൂടിയാ രാവിലെ കുടിവെള്ളം ഇല്ലാന്ന് പറഞ്ഞപ്പോ എത്തിച്ചു കൊടുക്കാൻ പറ്റിയത്. ഇന്നിനി ഇവര് ഇവിടുന്ന് മാറിയില്ല, നമുക്ക് പിന്നീട് വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു കേസ് വെള്ളം പല ചക്കരയും കുറച്ച് ആളുകളൊക്കെ വരാൻ തയ്യാറാണ്. പക്ഷെ കുറച്ച് ആളുകൾ ഒരു വിധത്തിലും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലാണ് ആളുകൾ നിൽക്കുന്നത്. കാരണം ചില ആളുകളൊക്കെ തയ്യാറാണ്. ഒരു കസേരയിൽ ഒരു ആളെ അവിടുന്ന് കൊണ്ടുവരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അവിടെ ഒരു ആളെ നമ്മളെ ഇവിടെ അവിടെ ഒരു പ്രായമായ ഒരു അമ്മയെ കൊണ്ടുവരുന്നുണ്ട്. കസേരയിൽ ഇരുത്തിയാണ് കൊണ്ടുവരുന്നത്. അവിടുന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറംകരയിലേക്ക് ഒന്ന് എത്തിച്ചാൽ മതി എന്നുള്ള നിലയ്ക്കാണ് ഇവരൊക്കെ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ തയ്യാറാകാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ദിവിഷയം. ഇത് ആളുകളോട് പറഞ്ഞാൽ മനസ്സിലായാലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈ ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ, ആ മെമ്പറൊക്കെ വേറൊരു വള്ളത്തിൽ വന്നിരുന്നാണ് വരുന്നത്. അവരൊക്കെ ഒരു ചാക്ക് നിറയെ സാധനങ്ങളുമായി വന്ന് ഇവിടുത്തെ ആളുകൾക്ക് കൊടുത്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ്, അത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ജോലി ചെയ്യുന്നത്. പക്ഷേ അവരുടെ കാര്യമൊക്കെ അവർ ഈ വിഷയം, ഈ പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ പോലും ആളുകൾ മാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇനി എത്ര പേരും കൂടെ ഉണ്ടാവും ഇവിടെ? ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, എല്ലാം പെട്ട് കിടക്കുക. കണ്ടമാനം ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. കാരണം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ വലിയ ദുരിതമാണ്. ഇതൊരു ദ്വീപ് പോലുള്ള സ്ഥലമാണ്. കാരണം ഫുൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് കൈ പിടിയാ. ആറന്മുളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആളുകളെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിതങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. ചിലർ സമ്മതിക്കുന്നില്ല, ചിലർ തയ്യാറാകുന്നില്ല, ചിലർ തയ്യാറാകുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ വെള്ളം കയറിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച്, സുരക്ഷിതമാണെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ വീണ്ടും ഇനി വെള്ളം പൊങ്ങിയാൽ പിന്നെ ഈ രക്ഷാപ്രവർത്തകർക്കും എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടായി മാറുമെന്നതാണ്, അപകടകരമായി മാറുമെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അമൽ, അതാണ് ഈ ഇങ്ങനെ ആളുകൾ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ പിന്നെ രാത്രി സമയത്തൊക്കെ ആരെങ്കിലും രക്ഷിക്കാൻ പോകേണ്ടി വന്നാൽ അത് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരുടെ ജീവനും വലിയ അപകടമാണ്.
പരമാവധി ആളുകൾ സഹകരിച്ചാൽ അത്രയും നല്ല, അല്ലാത്ത എന്ത് പറയാനല്ലേ. പരമാവധി ആളുകൾ ഇപ്പോൾ ഈ ഇതെന്താണ് ഈ പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളൊക്കെ അതിനനുസരിച്ച് പെരുമാറുന്നുണ്ട്. ഒരു അമ്മ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, അപ്പുറത്തേക്ക് പോകാനാണ്. അമ്മേ, വെള്ളം നല്ലപോലെ കയറുന്നുണ്ട്. എവിടേക്കാ പോകുന്നത്? നമുക്ക് അങ്ങനെ സംസാരിക്കാം വയ്യ. എന്തായാലും നമുക്ക് അമ്മയെ ഇപ്പോൾ വള്ളത്തിലേക്ക് കയറ്റാം. നമ്മൾ എല്ലാവരും ആ വള്ളത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇറങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ മാത്രമാണ് ഉള്ളത്. നമ്മൾ ഇവിടുത്തെ ഒരു പ്രതിസന്ധി എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാൻ മാത്രം ഇവിടേക്ക് എത്തിയതാണ്. ഇപ്പോൾ എന്തായാലും അമ്മയെ എന്തായാലും വള്ളത്തിൽ കയറ്റി മാറ്റുന്നുണ്ട്. ഇത് എവിടേക്ക് അവരുടെ ബന്ധു വീടുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. അവർക്ക് ക്യാമ്പിൽ പോകണ്ട, അവിടെ കരയുണ്ട്, ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ കൂടി ചെന്ന് കയറാവുന്ന വെള്ളം കയറാത്ത കരയുണ്ട്. അപ്പോൾ അവരുടെ ബന്ധുവിൻ്റെ വീടുണ്ട്, ആ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഒരു കുടുംബത്തെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഇനി വയ്യാത്ത ആളുള്ളത് കൊണ്ട് ക്യാമ്പിലേക്കാട്ടിൽ അതായിരിക്കും കംഫർട്ട്. ഇവരൊക്കെ ഇവിടെ ഇനിയും മാറാത്ത ആളുകൾ ഇനിയും നല്ലപോലെ വെള്ളം കയറുന്നു. എന്താ മാറാത്ത? ഈ വെള്ളം ബോട്ടിനകത്ത് വരുവാ. എടി, വെള്ളം കയറുന്നു. മാറണ്ടേ? ക്യാമ്പിലേക്കെല്ലാം മാറണ്ടേ? ഇത് റിസ്ക് അല്ലേ? ഇത്രയും വെള്ളം കയറി നമുക്കൊക്കെ പേടിയാവുന്ന ചേച്ചി അവിടുന്ന് വരുമ്പോ. ജീവൻ പണയം വെച്ച് എവിടെ കണ്ട്? വാർത്ത കണ്ട അങ്കിളാ. നീ എന്താ പോകത്തെ? അത് ഇത്രയും വെള്ളം കയറി 2018 ഇങ്ങനെ കയറിയായിരുന്നു. 2012 വീടിന്റെ മേല് വരെയും വന്നു. അത്രയും വരില്ലാന്ന് ആത്മവിശ്വാസമായിരിക്കും കൊണ്ടുപോകായിരുന്നു. അത്രയും കേറി വെള്ളം കയറിയാലെന്നുള്ള ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ. അതെ, ആത്മവിശ്വാസം വെച്ചോണ്ടിരിക്കരുത്. വെള്ളമാ ഇവര് മാറാൻ പറയുമ്പോ ആ പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെ വന്ന് വിളിച്ചോണ്ടേയിരിക്കുന്നത്. ഈ വെള്ളം കയറി എന്നാ ചെയ്യുന്നേ? ഇതിപ്പോ ഇത് നോക്ക് ഇതാണ് പ്രശ്നം. ഇവിടെ ഈ ബ്രെഡും സാധനം ഒക്കെ ആ മെമ്പർ വള്ളത്തെ കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ച് തന്നിക്കുക. എടി, അവിടെ പോയിരുന്ന വല്ല കുഴപ്പമുണ്ടോ? ക്യാമ്പിൽ പോയിരുന്ന പോരെ? അമ്മച്ചി അപ്പനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. എങ്ങോട്ട്? ഇവിടെ ഇടാൻ പറ്റത്തില്ലെന്ന് അവളെ പറയും. നീയും പോണം അങ്ങോട്ട്. ഇങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട്. ശരി അമലെ, ഇപ്പൊ എന്താ ചെയ്യാതെ ഇപ്പോ അവരുടെ ഒരു ഇന്നലെ തൊട്ട് ഇവിടെ ഒക്കെ മൊത്തം വെള്ളം വന്നായിരുന്നു. അതുകൊണ്ട് റോഡിൽ കയറി ഞങ്ങളും കണ്ടായിരുന്നു വെള്ളം വരുന്നത്. തമാശ കളിക്കില്ലേട്ടോ. പുറമേ നമ്മൾ ചെല്ലുമ്പോ ഭീകരാവസ്ഥ തോന്നും. അവിടെ ഉള്ളവർക്ക് ഇത് തങ്ങളുടെ ഒരു നിയന്ത്രണത്തിലൊക്കെ ആകുമെന്ന ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ആളുകൾ വരാതെ നിൽക്കുന്നത്. പക്ഷെ അപകടകരമായ സാഹചര്യമാണ്. വീണ്ടും മഴ പെട്ടെന്ന് ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് 2 ദിവസം പെയ്യേണ്ട മഴയൊക്കെ പെയ്തു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. അതാണ് ഇങ്ങനത്തെ അപകടങ്ങൾക്ക് കാരണവുമാകുന്നത്.